പക്ഷെ പറയേണ്ടി വരുന്നതാണ്. ഒരു ഗ്രന്ഥവും കൊണ്ട് കലാപത്തിന് ഇറങ്ങുന്നത് കൊണ്ട്. ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടാലാണോ മതേതരത്വം തകരാതിരിക്കുന്നത്? ഇനി ഹിന്ദുക്കളെ കൊന്നാൽ അവര് സംഘടിക്കരുതല്ലേ, അവരെതിർക്കരുതല്ലേ, അവര് കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ വിചാരിക്കുന്നത്? 1921 ഒന്നുകൂടി ആവർത്തിക്കാൻ ഇവര് നോക്കിയിരിക്കുകയാണ്. ഇത്ര വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ഒന്നുകൂടി നമ്മൾ എടുക്കുമെന്ന്. പക്ഷേ അന്നത്തെ പോലെ ഇനിയും ഹിന്ദുക്കൾ തല നീട്ടി തരുമോ? ഒന്ന് ആലോചിക്കേണ്ടി വരും. ഇങ്ങനെ 59 പേർ കൊല്ലപ്പെട്ട ഈ സംഭവത്തെ തുടർന്ന് കലാപമുണ്ടായി. സ്വാഭാവികമല്ലേ, ആട്ടിച്ചാൽ തിരിച്ചടിക്കും. ഹമാസ് ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചാൽ ഇസ്രായേൽ കൊണ്ടുകൊടുക്കുന്നോണോ അല്ലെ? 1400 പേരെ അരിഞ്ഞു തള്ളിയാൽ ഇസ്രായേലും മിണ്ടാതെ കരഞ്ഞ് 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 അതിനെ എടുത്ത് കബറടക്കം നടത്തിക്കോണു അല്ലെ? എതിർക്കാൻ പാടില്ല അല്ലെ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കഴുത്തുകൾ വെട്ടിമാറ്റിയാൽ അതും ഇസ്രായേൽ അങ്ങ് സഹിച്ചോണു അല്ലെ? അവരുടെ സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ച ആ ദൃശ്യങ്ങളുടെ വിഷ്വൽ എടുത്ത് പുറത്തിട്ടാൽ ഇസ്രായേൽ എതിർക്കാൻ പാടില്ല അല്ലെ? നടന്നു. ജൂതന്മാരോടാ കളിക്കുന്നത്. ജൂതന്റെ പകയെന്ന് പറഞ്ഞാൽ മൂർഖന്റെ 100 ഇരട്ടി പകയാണ്. ആകെ കുറച്ച് ആളുകളെ ഉള്ളവര്, അവരെ ഇവരിങ്ങനെ പേടിക്കുക. ഒരു ജൂതൻ മതിയാകും 1000 ഹമാസ് ഭീകരർക്ക്. ഇരിക്കട്ടെ. പിന്നീട് ഈ ഗോത്ര വിഷയം ആരംഭിക്കുവാണ്. അതിനെ തുടർന്ന് വലിയ ഒരു കലാപം. അതിനകത്ത് 790 മുസ്ലിങ്ങളും 790 മുസ്ലിങ്ങള് പിന്നെ 254 ഹിന്ദുക്കളും ഈ കലാപത്തിലുണ്ട്. അവര് കൊല്ലപ്പെട്ടെന്ന് തോന്നുന്നു. ഇത് വംശഹത്യയാണെങ്കിൽ ഗുജറാത്തിൽ എങ്ങനെയാ ഹിന്ദുക്കൾ കൊല്ലപ്പെടുക? ഹിന്ദുക്കൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളല്ലേ നിൽക്കുന്നത്, എതിർഭാഗത്ത് അമുസ്ലിങ്ങളല്ലേ നിൽക്കുന്നത്. എന്നിട്ട് ഗുജറാത്ത് വംശഹത്യ എന്നാണ് അന്നും ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കൾ എങ്ങനെ കൊല്ലപ്പെടും? 254 ഹിന്ദുക്കള് എങ്ങനെയാണ് ഈ കലാപത്തിൽ കൊല്ലപ്പെടുന്നത്? വംശഹത്യയാണെങ്കിൽ 59 ഹിന്ദുക്കളല്ലേ ഗോത്രയിൽ കൊല്ലപ്പെട്ടത്. അവിടെ എന്തായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്? ഒരു പ്രകോപനവുമില്ല. ഹിന്ദുക്കൾ ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല എന്ന്. അവര് തിരിച്ചടിച്ചു. ഇങ്ങോട്ടടിച്ചപ്പോൾ 59 ആളുകളുടെ ജീവൻ ഇവർ അപഹരിച്ചപ്പോൾ നമുക്ക് വലിയ അവകാശങ്ങൾ തിരിച്ചടിക്കാൻ നിർബന്ധിതരായി. അങ്ങനെയാണ് 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമായിട്ടത് മാറുന്നത്. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് പഠിക്കും, അങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ട് പഠിക്കും. ഇത് എങ്ങനെയാണ് വംശഹത്യയാകുന്നത്? നരേന്ദ്രമോദി അടിക്കാനൊരു വട്ടിയായിട്ട് BBC ഇതെടുത്ത് അങ്ങ് ഡോക്യുമെന്ററി ആക്കി. ഇന്ത്യയിലെ ഡോക്യുമെന്ററി നിരോധിച്ചിട്ടൊന്നുമില്ല, എല്ലാ ഇന്ത്യക്കാർക്കും കാണാൻ പറ്റും. ആ ഡോക്യുമെന്ററി ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരെയും കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഈ കലാപം ഉണ്ടായതെന്നും ആരാണ് ഈ കലാപം തുടങ്ങി വെച്ചതെന്നും പോയി ചൊറിഞ്ഞിട്ടല്ലേ മാന്തി പൊളിക്കൽ കിട്ടിയത്? ലോകം അറിയണം, ചർച്ച ചെയ്യണം. അറ്റ്ലീസ്റ്റ് കേരളമെങ്കിലും ഇതൊന്നും അറിയണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. കാരണം ആരും അറിയാതെ ഉറങ്ങിക്കിടന്ന് അന്നു മുതൽ ഇന്നു വരെ നരേന്ദ്രമോദിയെ പ്രതിയാക്കിക്കൊണ്ട് നടന്ന ഈ സംഭവം ചർച്ചയാക്കിയത് ഒരു പക്ഷേ BBC അതിന് ഒരു മീഡിയയായെങ്കിൽ പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ കൊണ്ടുപിടിച്ചത് വൈറലാക്കി. കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പഠിക്കാൻ പോയി എന്ന വ്യാജേന രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെയൊക്കെ നമ്മൾ കണ്ടില്ലേ? ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 1070 യൂണിവേഴ്സിറ്റികളുണ്ട്. ഏകദേശം 43,000 കോളേജുകളുണ്ട്. എത്ര കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമാണ് BBC ഡോക്യുമെന്ററിയുടെ പേരിൽ സമരം നടന്നത്? ഡൽഹിയിൽ ആരാ സമരം ചെയ്തത്? ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? കേരളത്തിൽ നിന്ന് കുറെ എണ്ണം കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുപോയി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം. JNUവിലോ 8000-ലധികം പേര് പഠിക്കുന്നുണ്ട്. സമരത്തിലുണ്ടായിരുന്നത് ആരാ? 100-നകത്ത് ആളുകൾ മാത്രം. അതിൽ ഭൂരിപക്ഷവും മലയാളികൾ എവിടെ പോയാലും പ്രശ്നക്കാരാണെന്നാണോ പറഞ്ഞു വരുന്നത്? മുസ്ലിം മതമാണ് ഇവിടെ പ്രശ്നം. ഡൽഹിയിൽ അറസ്റ്റിലായ എല്ലാ ആളുകളും മലയാളികളായിരുന്നു. രാജ്യവ്യാപകമായ സമരമെന്ന് തള്ളിമറിക്കുമ്പോൾ ലേശം ഉളുപ്പൊക്കെ ആകാം, ഇച്ചിരി ഉളുപ്പ്. ഇവിടെ
ഹിജാബ് അനുകൂല സമരം നടന്നു PU കോളേജിൽ കർണാടകയിൽ. മുസ്കാൻ ഖാൻ എന്നൊരു പെൺകുട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കോളേജിലേക്ക് കയറുന്നു. മറ്റവര് ഹരിറാമോ ജയ് ശ്രീറാമോ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് മറ്റവരും. ആ പെൺകുട്ടി ഇപ്പൊ എവിടെ? അന്ന് ആദ്യമായിട്ടാണ് ആ പെൺകുട്ടി പർദ്ദ ധരിക്കുന്നത്. ആ പെൺകുട്ടി തന്നെ ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട്. അല്ലാതെ ഹിജാബിന് വേണ്ടി സമരം നടത്തി എന്തിനാണ് നിങ്ങൾ ഈ ഡ്രാമ കളിക്കുന്നത്? നോമ്പിന്റെ മഹത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 വയസ്സുള്ള കുഞ്ഞിതാ 30 നോമ്പ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കൊടുക്കുന്നു. നോമ്പിന്റെ മഹത്വം പറഞ്ഞിട്ടല്ല നിങ്ങൾ ഭക്ഷണം കൊടുക്കട്ട. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച മാതാപിതാക്കളുടെ പേരിൽ കേസ് എടുക്കണം. അതുപോലെ ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? മുസ്കാൻ ഖാൻ എന്നൊരു പെൺകുട്ടി ഹിജാബും ധരിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഇറങ്ങി എനിക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ പെൺകുട്ടി ഹിജാബ് ധരിക്കുന്ന പെൺകുട്ടിയാണോ? അല്ല. ആ പെൺകുട്ടി വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വസ്ത്രത്തിലാണ് നമ്മൾ പിന്നീട് കണ്ടതെല്ലാം ഒരുപാട് ഫോട്ടോസ്. ആരൊക്കെയോ ആ പെൺകുട്ടിയെ കരുവാക്കി. അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചു? പിന്നീട് ആ പെൺകുട്ടിക്ക് പഠിക്കാൻ തന്നെ പറ്റിയില്ല. കാരണം അൽഖ്വയ്ദയുടെ നേതാവ് വിളിച്ചിട്ടാണ് ആ പെൺകുട്ടിക്ക് അഭിനന്ദനം അറിയിച്ചത്. അതോടെ അൽഖ്വയ്ദ നേതാവും മുസ്കാൻ ഖാന്റെ കുടുംബവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് രാജ്യം അന്വേഷിച്ചു, NIA അന്വേഷിച്ചു. ഒടുവിൽ മുസ്കാൻ ഖാന്റെ പിതാവ് തന്നെ മുന്നിൽ വന്ന് പറഞ്ഞു, ഞങ്ങളെ വെറുതെ വിടണം. ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിന് ഒരു പ്രശ്നവുമില്ല. മതപരമായോ രാഷ്ട്രീയപരമായോ ഒരു വേർതിരിവോ ഒരു വിവേചനമോ ഞങ്ങൾ അനുഭവിക്കുന്നില്ല. പിന്നീട് ആ പെൺകുട്ടിക്ക് പഠനം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ആ പെൺകുട്ടി ഇനി എത്ര പഠിക്കുന്നു അത്രയും പണം ചെലവാക്കാൻ അൽഖ്വയ്ദയാണ് തയ്യാറായി മുന്നോട്ട് വന്നത്. ഈ തീവ്രവാദ സംഘടന എന്താണ് ഈ പെൺകുട്ടിയെ പഠിപ്പിക്കേണ്ട കാര്യം എന്താണ്? സ്വാഭാവികമാണ്, അന്വേഷണം വരും. അതുകൊണ്ട് ഇനി മകള് പഠിക്കേണ്ടായത് തീരുമാനിച്ചു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആരുടെയോ കയ്യിലെ കളിപ്പാട്ടമായിട്ട് ഹിജാബ് അനുകൂല സമരത്തിന് ഇറങ്ങിയതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ഭാവി പോയി, ആ കുടുംബത്തിന്റെ സമാധാനവും പോയി. ആ കുടുംബത്തിന് തീവ്രവാദികളുമായിട്ട് ബന്ധമുണ്ട് എന്ന ഒരു ആക്ഷേപവും വന്നു നിലവിൽ. ഇവിടെ ഡൽഹി മുതൽ എല്ലാ സർവകലാശാലകളിലും പ്രവേശനത്തിന് എൻട്രൻസ് നിർബന്ധമാക്കി. അതോടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മലയാളികളുടെ തള്ളിക്കയറ്റം ഒരു പരിധി വരെ ഇടിഞ്ഞു. കാരണം എൻട്രൻസ് പരീക്ഷയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ ABVP കാശ്മീർ ഫയൽസ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത നമ്മൾ കണ്ടില്ലേ? ആ സമയത്ത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് എത്ര പേര് വന്നു? എന്തേ കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും ഒന്നും ആരും കാണണ്ടായോ? BBC ഇറക്കിയ ഡോക്യുമെന്ററിയുടെ പിന്നാലെ പോയ ആളുകൾ എന്തുകൊണ്ടാണ് കാശ്മീർ ഫയൽസിനെയും കേരള സ്റ്റോറിയെയും ഭയക്കുന്നത്? അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ അയ്യോ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, രാഷ്ട്രീയ കലാപമാണ് ഉദ്ദേശമിടുന്നത്, ഒരു മതവിഭാഗത്തെ ആക്ഷേപിക്കലാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇവര് മുന്നോട്ട് വന്നു. എത്ര കാലം ഇവര് ഇരവാദം പറഞ്ഞു മുന്നോട്ട് പോകും? സത്യത്തില് BBC-യോടും കേരളത്തിലെ ഇസ്ലാമിക മാധ്യമങ്ങളോടും ഒക്കെ നന്ദി പറയണം നമ്മള്, ഇടതുപക്ഷത്തോടും. ഗുജറാത്ത് കലാപം ചർച്ചയായില്ലേ? ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്കുള്ള പങ്ക് എന്താണ് എന്ന് വ്യക്തമായില്ലേ? കേരളത്തിന് പുറത്ത് ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യുന്നത് ഗോദ്ര മുതലാണ്. കേരളത്തിലോ ഗോദ്രയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ്. ഹമാസുകാരുടെ ചർച്ച കേരളത്തിൽ എങ്ങനെയാ നടക്കുന്നത്? ഒക്ടോബർ 7-ന് ശേഷം. മറ്റെല്ലാ നാടുകളിലും എങ്ങനെയാ നടക്കുന്നത്? ഒക്ടോബർ 7 മുതൽ. ഹമാസ് ഇസ്രായേലിനെ ഇങ്ങോട്ട് വന്നു ചൊറിഞ്ഞു. ആ 7-ാം തീയതി മുതൽ, അതല്ലെങ്കിൽ 8-ാം തീയതി മുതൽ ഇതുവരെ ഹമാസിന് പിന്നീട് ചൊറിയേണ്ടി വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ആ ചൊറിച്ചിലിന്റെ വേദന അങ്ങോട്ട് ഇല്ലാതായിട്ട് ഇവര് മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ചൊറിഞ്ഞപ്പോ ചിന്തിച്ചില്ല, തിരിച്ച് ഇവരെങ്ങാനും ഒന്ന് എതിർത്ത് നിന്നാൽ നമ്മുടെ കാര്യം പോക്കാകുമെന്ന് ചിന്തിക്കേണ്ടിയിരുന്നില്ലേ? അതുപോലെ ഗോദ്രയ്ക്ക് മുമ്പുള്ള വിഷയങ്ങൾ എല്ലാ ലോക മാധ്യമങ്ങളും ചർച്ചയ്ക്കെടുക്കുമ്പോൾ കേരളം മാത്രം ഗോദ്രയ്ക്ക് ശേഷം. ഹമാസിന്റെ വിഷയം പോലെ തന്നെ ഒരു സംശയവുമില്ല. ഇവിടെ കേരളത്തിൽ ഗോദ്രയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. കൊല്ലപ്പെട്ട മറുവിഭാഗത്തിന്റെ വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല. ഈ ഇരട്ടത്താപ്പ് കണ്ടിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ 1 മുതൽ ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിരുന്നു. കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയം നമ്മൾ പറയണം. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഈ വിഷയം ആരാ പറയുന്നത്? ഈ വിഷയം തുറന്ന് പറയുമ്പോൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. കേരള സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോൾ
അയ്യോ മതപരിവർത്തനം ഇല്ലെന്നതാണല്ലോ അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, മറ്റവര് പറഞ്ഞു. ഉള്ളത് സത്യമാണ്. നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിന്റെ മത രാജ്യമാക്കി മാറ്റാൻ പോകുന്നത് വെറുതെ ഭയപ്പെടുത്തുവാണെന്ന് പറഞ്ഞു. അച്യുതാനന്ദൻ ഭയപ്പെടുത്തിയതാണോ? ബെഹ്റ ഭയപ്പെടുത്തിയതാണോ? സെൻകുമാർ സാർ ഭയപ്പെടുത്തിയതാണോ? നിമിഷ ഫാത്തിമ ജീവിച്ചിരിക്കുന്ന തെളിവല്ലേ? സോണിയ സെബാസ്റ്റ്യൻ, റാഷിദ് അബ്ദുള്ള, ഇജാസ്, ബെക്സൺ, എത്ര പേര്. ഇവരൊക്കെ എന്തിനു പോയതാ? രാജ്യത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയതാ? എന്തെങ്കിലും പുരസ്കാരം വാങ്ങാൻ വേണ്ടിട്ട് കെട്ടി എഴുന്നള്ളിച്ച് പോയതാ സിറിയയിലേക്ക്? ആണോ? എന്തിനു പോയതാ ഇവനൊക്കെ? രാജ്യത്ത് എന്തോ ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് പോകുന്നെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ രാജ്യത്തെ നശിപ്പിച്ച്, ഈ രാജ്യത്തിന്റെ സമാധാനത്തെ നശിപ്പിച്ച്, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ നശിപ്പിച്ച്, ഇവിടുത്തെ ജനാധിപത്യത്തെ നശിപ്പിച്ച്, അവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും പിടിയും വഴക്കും പൊട്ടിത്തെറിക്കലും പൊട്ടിക്കലും കഴുത്തുവെട്ടലും ഒക്കെ ആയിട്ട് ആ രൂപത്തിൽ ഒരു രാജ്യമാക്കി മാറ്റാനല്ലേ ഇവര് ശ്രമിച്ചത്? അല്ലേ? ഏത് കലാപത്തിന്റെയോ വംശഹത്യയുടെയോ പിന്നാമ്പുറം എടുത്താലും ശരി, നമുക്ക് ഇവരുടെ ചില ചൊറിച്ചിലുകൾ അത് പിന്നിൽ കാണും. അങ്ങോട്ട് പോയി ചൊറിയും, തിരിച്ചാട്ടി കിട്ടുന്ന സമയത്ത് ഒരു രക്ഷയിൽ. ഇന്ന് വേറെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒരു സായിപ്പാണ് ഒരു കടയിൽ നിന്ന് നാരങ്ങാവെള്ളം കുടിക്കുന്നു, ജ്യൂസ്. അപ്പോ ഒരു യുവാവ് തൊപ്പിയൊക്കെ വെച്ചിട്ട്, അടിയുള്ളതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോ ഇവന് ഓതി അതിനകത്തേക്ക് ഊത് ലേശം കുടിച്ചു നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. സായിപ്പിനുണ്ടോ ഹലാലും ഹറാമും? ആട്ടിയോടടി മാട്ടാനട്ടി. പിന്നീട് ജ്യൂസിനെ ഒതുക്കി വെച്ചിരുന്ന ഓറഞ്ചും ആപ്പിളും ഒക്കെ എടുത്ത് തുരെ അവനെ എറിഞ്ഞോടിച്ചു. എന്നിട്ട് ഇറങ്ങി നിന്ന് ആളുകളോട് ഇതിനെ കുറിച്ചിട്ടൊരു പരസ്യവും അങ്ങ് കൊടുത്തു. അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടിയത്? ഈ ജ്യൂസ് കൊടുത്തത് വരെയുള്ള കാര്യങ്ങൾ ഇവർ ചർച്ചയ്ക്ക് എടുത്തില്ല. സായിപ്പ് ആക്രമിച്ചു, ചുമ്മാ സായിപ്പ് ആക്രമിച്ചു. 1915 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വത്തില് തുർക്കിയില് ലക്ഷക്കണക്കിന് വരുന്ന അർമേനിയൻ വംശക്കാരെ കൂട്ടക്കൊല ചെയ്യുകയും ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുകയും ചെയ്തതിന്റെ പേരാണ് അർമേനിയൻ വംശഹത്യ. ആയിരക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെ അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായി വെട്ടിയരിഞ്ഞു തൂർക്കിണറ്റിലെറിയുകയും ശേഷിക്കുന്ന ആളുകളെ മതം മാറ്റുകയും ചെയ്തതിന്റെ പേരാണ് ഹിന്ദു വംശഹത്യ അഥവാ മലബാർ കലാപം. ലക്ഷണമൊത്ത വർഗീയ കലാപത്തെ ലളിതവൽക്കരിക്കേണ്ട കാര്യം എന്താ? അന്ന് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അർമേനിയ. ഏതാണ്ട് ഒരു 16-ാം നൂറ്റാണ്ടിലൊക്കെ അവിടുത്തെ ജനത ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്, വേദനകളും യാതനകളും അനുഭവിക്കുന്നത്, മനുഷ്യത്വ രാഹിത്യങ്ങൾ അനുഭവിക്കുന്നത് ഇവരുടെ ഈ ഭരണകാലത്തോടെയാണ്. വളരെ ന്യൂനപക്ഷമായിരുന്നു അന്ന് അർമേനിയൻ ജനത, ക്രിസ്ത്യൻ ജനത. അവിടെ ഭൂരിപക്ഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ആളുകളായിരുന്നു. അവര് ന്യൂനപക്ഷം എവിടെയാണെങ്കിലും അവരനുഭവിക്കേണ്ടി വരുന്നത് പ്രയാസങ്ങളായിരിക്കും. ഭൂരിപക്ഷം മുറിയന്മാരാണെങ്കിൽ ഭയങ്കരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഈ അർമേനിയൻ ജനതയ്ക്ക് അവിടെ ജീവിച്ചു പോകാൻ. അവരെ രണ്ടാം തരത്തിലുള്ള ഒരു രണ്ടാം കിട പൗരന്മാരായിട്ടായിരുന്നു അവര് പരിഗണിച്ചിരുന്നത്. അതായത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന, ഓട്ടോമൻ സാമ്രാജ്യം അനുഭവിക്കുന്ന സകലമാന പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും കാരണം അർമേനിയൻ വംശജരാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അവരെ കണ്ടാൽ കുളിക്കണമെന്ന് പറയുന്നത് പോലെ അവരെ ഒരു അപശകുനമായിട്ടാണ് ഇവർ കണ്ടിരുന്നത്. അപശകുനമായിട്ട്. വിചാരധാരയിൽ ഗോൾവാക്കർ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ മംഗ്ലീഷ് വായിക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഷാഫ മലയാളത്തിൽ എഴുതിയിട്ട്, മലയാളം അറിയില്ലേ? അത് തന്നെ വന്ന് ഷഫ എന്ന് പറയുന്ന ആള് വന്നൊരു 1000 വട്ടമെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, കോപ്പി പേസ്റ്റ്. ശരി, നടക്കട്ടെ, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് അങ്ങനെയെങ്കിലും തീരട്ടെ.
ഓ, അബ്ദുസത്താർ ആരെയാണ് ഞാൻ പറ്റിച്ചത്? ശരി, ഇവർക്ക് ഇതൊന്നും കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെയും ലക്ഷ്യം അത് തന്നെയാണ്. അപ്പൊ അവരുടെ ആ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുമല്ലേ. ഇവര് ഒരിക്കലും ഒരാളും അറിയരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ മറനീക്കി പുറത്തു വരുമ്പോഴും ചർച്ചയ്ക്കെടുക്കുമ്പോഴും സ്വാഭാവികമായിട്ടുള്ള കുരുപൊട്ടലുകൾ ഉണ്ടാകും. ഇരിക്കട്ടെ. അങ്ങനെ ഈ ഓട്ടോമൻ സാമ്രാജ്യം അർമേനിയൻ ജനതയെ കാണുന്നത് പോലും പുച്ഛത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. ദുശകുനം എന്നാണ് അവർ പറഞ്ഞിരുന്നത് തന്നെ. അത് അർമേനിയൻ ജനതയുടെ ഇരുണ്ട കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടത്.